നമുക്ക് പരിമിതികളുണ്ട് അല്ലേ? അവിടെ തീർച്ചയായും ഇവിടുത്തെ ഭരണകൂടം ചില പരിമിതികൾ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്താണെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ അവരോട് മുന്നോട്ട് വെക്കുന്നുമുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ തന്നെ ചില വിദഗ്ധർ വന്നുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമുക്കും ചില ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവുമായിട്ട് നമ്മളിപ്പോഴും ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരോട് ആവശ്യപ്പെടുക എന്നത് മാത്രമാണ് നമുക്ക് നിർവഹിക്കാൻ പറ്റുക. സ്വാഭാവികമായിട്ടും ഡിസിഷൻ എന്നത് അവരുടെ കൂടി ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഒരു കത്ത് കർണാടക മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഊർജിതപ്പെടുത്തുക. അദ്ദേഹം ശശീന്ദ്രൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടവുമായിട്ട് ഞങ്ങൾ MLA മാർ നമ്മളെല്ലാം മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുണ്ട്, ഞങ്ങളെല്ലാം രാവിലെ ഇരുന്ന് മീറ്റിംഗ് ചേർന്ന് ചർച്ച ചെയ്തത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ലൈനുകൾ പൊട്ടിയപ്പോഴുണ്ടായാൽ വെള്ളത്തിനടിയിലേക്ക് ഇലക്ട്രിക് ലൈനുകൾ പൂർണ്ണമായും പോയി. അത് രക്ഷാപ്രവർത്തനത്തിന് മൽപ്പയുടെ ഡൈവിംഗ് സംഘത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ താഴെ പോയാൽ കുരുങ്ങിപ്പോകാനുള്ള സാധ്യത തീർച്ചയായും ആ സാധ്യത ഇന്നലെ ചില പ്രയാസങ്ങൾ നേരിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ആ ലൈനുകൾ പൂർണ്ണമായും റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്ത് വീണ്ടും ഡൈവിംഗ് മൽപ്പയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം നേവിയുടെ സപ്പോർട്ട് കൂടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ മിനിസ്റ്ററും നമ്മളെല്ലാം മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മൾ സ്പോട്ടിൽ നിന്ന് സംസാരിച്ചത്. അപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ സാധ്യമാകുന്നതെല്ലാം ചെയ്യുക. ഇപ്പോഴും ചില സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നേവിയുടെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടുണ്ട്. ചില സാധ്യതകൾ പ്രൈവറ്റ് മേഖലയിൽ ഉൾപ്പെടെ ഏതെങ്കിലും സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചും നമ്മുടെ ഒരു ആവശ്യം എന്ന രീതിയിൽ മുന്നോട്ട് വെച്ച് ഊർജിതപ്പെടുത്തണം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പ്രതീക്ഷയോട് തന്നെ 13ാം ദിവസവും ഇങ്ങനെ നമ്മൾ ഊർജിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും ഇന്നിപ്പോൾ 13ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതിൻ്റേതായ ചില പരിമിതികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കളക്ടർ സംസാരിക്കുമ്പോഴും ഒപ്പം തന്നെ കാർവാർ MLA ഒക്കെ സംസാരിക്കുമ്പോഴും അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പ്രതികരണം എടുക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള രീതിയിലല്ല അവരുടെ പ്രതികരണങ്ങൾ ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, വിലയിരുത്തുന്നത്? അല്ല, ആ രീതിയിൽ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പരസ്പരം ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ഘട്ടമല്ല ഇത് എന്നുള്ളത് കൂടി. കാരണം നമ്മൾ ഈ ദിവസവും നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഇപ്പോൾ ഈ വാർത്ത പോലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതീക്ഷയുടെ ഒരു തലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചില പാൻറ്റും കൊണ്ടുവരാമെന്ന് പറഞ്ഞു, രാജസ്ഥാനിൽ നിന്ന് വിദഗ്ധർ എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ അത് എത്തിയില്ല. ഇന്നലെ രാത്രി ഉൾപ്പെടെ കളക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്തുമെന്നായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പറയുന്നു അതിൻ്റെ സാധ്യതയില്ല എന്നുള്ള ചില പരിമിതികളാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് അത്തരം ചില സാങ്കേതിക വിദ്യ, ചില കോൺടാക്റ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തരം കോൺടാക്റ്റുകൾ ചില ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ പരിമിതി ചിലത് പറയുമ്പോഴും പക്ഷേ നമ്മൾ ഊർജിതപ്പെടുത്തുക എന്ന നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ അടിയുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നിർദ്ദേശിച്ച പ്രകാരമാണ് MLA മാർ എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത്. തൽക്കാലം നമുക്ക് ഈശ്വർ മൽപ്പയിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് സാധ്യമാകുന്നത്. തീർച്ചയായും ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മൽപ്പയുടെ ഡൈവിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും പുതിയ സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നൽകുന്ന വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൂടി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ ഭരണകൂടവുമായിട്ട് അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായും അത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ CMOമായിട്ട് കത്ത് കൊടുത്തും കാര്യങ്ങൾ ചെയ്യും. നേരത്തെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടുത്തെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് ഫോണിൽ നേരിട്ട് സംസാരിച്ചു. ആവശ്യമായതെല്ലാം നിർവഹിച്ചു തരണം എന്നുള്ള അഭ്യർത്ഥന കൂടി അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. അതേലും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്.